അപ്പം എല്ലാവർക്കും ഒരു അടിപൊളി നമസ്കാരം പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മഷ്റൂം ഓട്സിൻ്റെ ഒരു ഉപ്പുമാവാണ്. അതൊരു ഒരു ഒരു ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് റോൾഡ് ഓട്സ് ആണ്. റോൾഡ് ഓട്സ് കൂടാതെ ഒരു സവാള, ഒരു ക്യാപ്സിക്കം, ഒരു ക്യാരറ്റിൻ്റെ പകുതി, പിന്നെ കുറച്ച് ബീൻസ്, കൂടാതെ മഷ്റൂമിൻ്റെ ഒരു 6-7 പീസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കിസ്മിസും പീനട്ടുമാണ്. സോ അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഓട്സിനെ ഒന്ന് പാനിലിട്ടൊന്ന് ചൂടാക്കി എടുക്കുക എന്നുള്ളതാണ്. സോ അപ്പോൾ ഞാൻ നമ്മുടെ ഈ പാന് നമ്മുടെ ഗ്യാസിൽ വെച്ചു. ഇതൊന്ന് ചൂടാകുമ്പോൾ ഞാൻ ഈ ഓട്സ് ഇതിനകത്തോട്ടിട്ട് ഒന്ന് ഫ്രൈ എടുക്കും. ഒരു 2-3 മിനിറ്റ് ഒന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചൊന്ന് റോസ്റ്റ് ആയി കഴിയുമ്പോൾ നമുക്കിത് മാറ്റണം. അതിനുശേഷമാണ് നമ്മുടെ പരിപാടികൾ കുറേ ഉണ്ട്. ഇതെല്ലാം അരിയാനും എടുക്കാനൊക്കെ ഉണ്ട്. അതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയട്ടെ. ഈ പാനൊന്ന് ചൂടാകുന്ന സമയത്ത് ഇന്ന് ഞാൻ ഒരു വാർത്ത കണ്ടാണ്. യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് ഒരു പെൺകുട്ടി ഡയറ്റ് ചെയ്തിട്ട് മരിച്ചുപോയി. അതിൻ്റെ ആമാശം അന്നനാളമൊക്കെ ചുരുങ്ങിപ്പോയിട്ടാണത് മരണപ്പെട്ടത്. നിങ്ങൾ ഈ എൻ്റെ വീഡിയോ കാണുന്ന ഉൾപ്പെടെയുള്ള ആൾക്കാരോട് ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരു ഡയറ്റ് എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ഏത് വീഡിയോ എങ്ങനെയോ നിങ്ങൾ ഇൻ്റർനെറ്റ് വഴിയൊക്കെ നിങ്ങളൊരു ഡയറ്റ് പ്ലാനൊക്കെ എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ കൃത്യമായിട്ടൊരു ന്യൂട്രീഷനെ കണ്ട്, കാര്യം നിങ്ങളുടെ വെയിറ്റ്, നിങ്ങളുടെ ഹൈറ്റ്, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ്, നിങ്ങളുടെ ശാരീരിക ആരോഗ്യസ്ഥിതി, ഇതെല്ലാം നോക്കിയും കണ്ടും വേണം നിങ്ങൾ ഇതിൻ്റെയൊക്കെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ന്യൂട്രീഷനെ കണ്ട് അവരുടെ ഒരു ഗൈഡൻസോടുകൂടി തന്നെ വേണം നിങ്ങൾ ഈ പറയുന്ന ഒരു ഡയറ്റിലോട്ട് പോകാൻ. അല്ലാതെ ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലെ ഉള്ള വീഡിയോസ് കയറി കണ്ടിട്ട് നിങ്ങൾ അതുപോലൊന്നും ഫുഡൊന്നും കഴിക്കാതിരിക്കുക. ഈ ഡയറ്റ് എന്ന് പറയുന്നത് ഫുഡ് കഴിക്കാതെ പട്ടിണി കിടക്കുന്നതല്ല ഡയറ്റ്. ഞാൻ പറയാം, ഇത് പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഞാൻ നമ്മുടെ ഈ ഓട്സ് ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ പാനിലിട്ട റോൾഡ് ഓട്സിനെ ഞാനൊന്ന് വഴറ്റിയെടുക്കുക. ഞാൻ എടുത്തത് 1 കപ്പ് ഓട്സ് ആണ് എടുത്തത്. നിങ്ങൾക്ക് ആളനുസരിച്ചിട്ട്, നിങ്ങളിപ്പോൾ ഒരു ഫാമിലി ഒരു 3-4 പേരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഓട്സ് എടുക്കാം. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയി, ഇതൊന്ന് റെഡിയായി കഴിയുമ്പോൾ വേണം എനിക്ക് നമ്മുടെ മഷ്റൂം ഒന്ന് അരിയണം, അതുപോലെ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഒന്ന് അരിയണം. അപ്പോൾ ഞാൻ ആ ഡയറ്റിൻ്റെ കാര്യം പറയാം. അതായത് അപ്പം നിങ്ങൾ ഇങ്ങനെ പട്ടിണി കിടന്നുകൊണ്ടല്ല നമ്മൾ ഡയറ്റ് എന്ന് പറയുന്നത്. പട്ടിണി കിടന്നാൽ ഒരിക്കലും നമ്മുടെ വെയിറ്റ് കുറയത്തില്ല, അല്ലെങ്കിൽ നമ്മളുടെ ബെല്ലി ഫാറ്റ് ഒന്നും ബേണായി പോകത്തില്ല. അപ്പം നമ്മൾ ഫുഡ് കഴിക്കണം, എന്നാൽ ആ കഴിക്കുന്നതിനകത്തിലാണ് നമ്മൾ ആ ഫുഡ് കഴിക്കുന്നതാണ് എന്ത് കഴിക്കണം എന്നാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. അതായത് ഫാറ്റ് കൂടിയ, കലോറി കൂടിയ ഫുഡുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നോർമലി പ്രോട്ടീനായിട്ടുള്ള, നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രോട്ടീനും അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളാണ് കഴിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയൊന്നും ആരും അബദ്ധത്തിലൊന്നും പോയി ചാടരുത്. ചാടി കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ വരെ നഷ്ടപ്പെട്ടേക്കാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ എന്താ പറയുക, അനാവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ ഈ യൂട്യൂബിൽ ഇപ്പോൾ ഒരുപാട് ഡോക്ടേഴ്സൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള യൂട്യൂബ് ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടിട്ട് പോയി നിങ്ങൾ ചെയ്യരുത്. പ്രോപ്പറായിട്ടുള്ള നിങ്ങളുടെ അടുത്തുള്ളൊരു ന്യൂട്രീഷനെയോ അല്ലെങ്കിൽ ഒരു ഡയറ്റീഷ്യനെയോ പോയി കണ്ടിട്ട് വേണം നിങ്ങൾ അവരുടെ ഒരു ഗൈഡൻസിലൂടെ വേണം നിങ്ങൾ ഡയറ്റ് ചെയ്യാൻ. സോ അപ്പോൾ നമ്മുടെ ഓട്സ് ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട്. ഇതിന് ഞാൻ ഈ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി സേഫാക്കി ഒരു സൈഡിൽ വെക്കും. ഞാനൊരു പാത്രത്തിലോട്ട് വെക്കാൻ പോവാണ്. ഈ ഒരു പ്ലേറ്റിലോട്ട് ഇടുവാണ്. സോ അപ്പോൾ ഞാൻ നമ്മളുടെ ഓട്സിനെ റെഡിയാക്കി വെച്ചു. ഇനി ഞാൻ ഈ മഷ്റൂമിനെ ഒന്ന് അരിയണം. മഷ്റൂമിനെ ഞാൻ വളരെ കുഞ്ഞായിട്ട് അരിയണം കേട്ടോ. നിങ്ങൾ അരിയുമ്പോൾ ശ്രദ്ധിക്കണം, വളരെ കുഞ്ഞായിട്ട് വേണം ഇതിനെ അരിയാനൊക്കെ കൊണ്ട്. നമ്മൾ നേരത്തെ ഈ സലാഡിനൊക്കെ അരിയുമ്പം കുറച്ച് വലുപ്പത്തിലല്ല അരിയുന്നത്. ഇത് അങ്ങനെ അരിയരുത്, വളരെ കുഞ്ഞായിട്ട്. കാര്യം ഇത് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് വളരെ കുഞ്ഞ് പീസായിട്ട് വേണം ഇതിനെ അരിയാൻ. സോ അപ്പോൾ അങ്ങനെ ഞാൻ നമ്മളുടെ മഷ്റൂം അരിഞ്ഞ് ഒരു പാത്രത്തിലോട്ട് മാറ്റി. ഇതാണ് മഷ്റൂം അരിഞ്ഞ് ചെറിയ പീസാക്കി പാത്രത്തിൽ മാറ്റിയത്. ഇനി ഞാൻ നമ്മളുടെ ക്യാപ്സിക്കം അരിയാൻ പോവാണ്. ക്യാപ്സിക്കം ഞാൻ അരിഞ്ഞ് കഴിയുമ്പോഴേ ഉള്ളൂ. ഇത് ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മൊത്തം എടുക്കത്തില്ല, ഞാൻ കുറച്ചേ എടുക്കത്തുള്ളൂ. കാര്യം നമുക്ക് ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ അധികമായി പോകും. അധികമായാൽ അമൃതും വിഷമാണെന്നാണല്ലോ. നമ്മുടെ മെഷീൻ ഉള്ളതുകൊണ്ട് എന്തൊക്കെ ഉപകാരമാണെന്നറിയോ. മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങളെല്ലാം കാണുന്നത്. ഇപ്പോൾ AI ഒന്നും ഇനിയിപ്പോൾ നാവിക്കണം കുറച്ച് കഴിയുമ്പോൾ ഇപ്പോൾ AI റോബോട്ടൊക്കെ വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ മറ്റേ ആൻഡ്രോയിഡ് കുഞ്ഞുമലൊക്കെ കുഞ്ഞപ്പാ എനിക്കൊരു ഡയറ്റ് ഉപ്പുമാവ് ഉണ്ടാക്കി തരൂ എന്ന് പറയുമ്പോഴത്തേന് അവർ നമുക്ക് ഫുൾ ഉണ്ടാക്കിയിട്ട് പറയും യെസ് ബോസ്. ക്യാപ്സിക്കം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സോ അപ്പോൾ ഇനി ഞാൻ അടുത്ത് അരിയാൻ പോകുന്നത് നമ്മുടെ ക്യാരറ്റാണ്. ക്യാരറ്റും വളരെ കുഞ്ഞായിട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതുകൊണ്ട് മെഷീൻ വെച്ചിട്ടാണ് അരിയുന്നത്. അപ്പോൾ ഈ അരിയുന്നതിനിടയിൽ വേറൊരു കഥ പറയാം. നമ്മുടെ തിരുവനന്തപുരത്തില്ലേ, ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്തിലെ ഓണാട്ടുകരക്കാരുടെ നമ്മുടെ ചെട്ടികുളങ്ങര അമ്പലത്തിലെ ആ ഒരു കഞ്ഞിയമ്പേനെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ തിരുവനന്തപുരത്ത്, പണ്ട് ഞാൻ ഈ തിരുവനന്തപുരത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ഹോട്ടലിൽ നിന്നായിരിക്കും നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അപ്പം ഈ കൂടുതലും ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണ് അവിടെ ഈ ഹോട്ടൽ റൺ ചെയ്ത്, ഈ ചെറിയ ചെറിയ ഹോട്ടലുകൾ, ഈ ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടലുകളുണ്ടല്ലോ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ സ്ഥിരം എൻ്റെ ഒരു ഫുഡ് എന്ന് പറഞ്ഞത്
രാവിലെ ഒരു ദോശ, സാമ്പാർ, പിന്നെ തേങ്ങ അരച്ച ചമ്മന്തി. അപ്പം ഇതിനോടൊപ്പം ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു സാധനം തരും, ഈ രസവട എന്നുള്ളൊരു സാധനമുണ്ട്. അതായത് എനിക്കറിയത്തില്ല, രസത്തിനകത്തിലാണ് തോന്നുന്നത്, രസത്തിനകത്തിൽ ഈ വടയില്ലേ നമ്മുടെ പിന്നെ ഉഴുന്നുവട, പരിപ്പുവട, സോറി ഉഴുന്നുവടയല്ല പരിപ്പുവട. ഈ പരിപ്പുവട ഇതിനകത്തിൽ ഇട്ടിട്ട് ഇത് രസത്തിനകത്തിലാക്കി എടുത്തിട്ട് തരും. അടിപൊളിയാണ്, ഭയങ്കര ടേസ്റ്റ് അത് കഴിക്കാനൊക്കെ ഉണ്ട്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഈ രസവട കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് പറയണേ. എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തുള്ള ആൾക്കാർക്ക് മനസ്സിലാവും, കാര്യം തിരുവനന്തപുരംകാരുടെ ഒരു ട്രഡീഷണൽ ഐറ്റംസ് ആണ്. അതേപോലെ ഈ തിരുവനന്തപുരത്തിൻ്റെ വേറൊരു കാര്യമുണ്ട്. ഞാൻ പണ്ട് ഈ തിരുവനന്തപുരത്ത് ഞാൻ സീരിയലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നൊരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിലെ ഒരു കഥയുണ്ട്, നമ്മുടെ ഫുഡിൻ്റെ കഥ ഞാൻ പറയാം. സോ അങ്ങനെ നമ്മുടെ ക്യാരറ്റും അരിഞ്ഞു കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ക്യാരറ്റ്. ഇത് ചെറിയ ക്യാരറ്റ്. ഇതിനെ ഞാൻ ഈ പ്ലേറ്റിലോട്ട് നാക്കുകയാണ്. പ്ലേറ്റിലോട്ട് ഇട്ടിട്ട് എനിക്കിനിയും നമ്മുടെ ബീൻസും സവാളയും കൂടെ ഉണ്ടെന്ന് അരിയാൻ. സോ അപ്പോൾ ഞാൻ നമ്മുടെ ബീൻസിനെ ഇനി അരിയാൻ പോവാം. ഇത് വളരെ കുഞ്ഞായിട്ട് ബീൻസിനെ അരിയാൻ പോവാം. മടിയുള്ളതുകൊണ്ട് പെട്ടെന്ന് തീർക്കേണ്ടതുകൊണ്ടും 2-3 എണ്ണമൊക്കെ എടുത്തു വെച്ചിട്ടാണ് അരിയുന്നത്. വളരെ കുഞ്ഞായിട്ട് വേണം ബീൻസിനെ അരിയാനൊക്കെ ഉണ്ട്. ഈ ബീൻസിനെ അരിയുന്നതിനിടയിൽ ഞാൻ തിരുവനന്തപുരത്തെ കഥ പറയാം. തിരുവനന്തപുരത്ത് ഞാൻ സീരിയലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും, നിങ്ങൾ ഒരുപക്ഷെ എന്നല്ല നിങ്ങൾക്കറിയാം, ഈ ഏഷ്യാനെറ്റ് പ്ലസ്സിൽ പണ്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഷാപ്പിലേക്ക് അറിയും പ്ലേറ്റിലേക്ക് നുരയും എന്ന് പറഞ്ഞിട്ട്. ഈ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്തിരുന്ന കിഷോറേട്ടൻ. ഈ കിഷോറേട്ടന് ഞാൻ അന്ന് വർക്ക് ചെയ്ത സീരിയലിൽ അഭിനയിക്കുന്ന ഒരാളാണ്. അതായത് ഞാൻ അന്ന് വർക്ക് ചെയ്ത സീരിയൽ വെച്ച് ഞാൻ ആ സീരിയലിൻ്റെ എഡിറ്ററായിരുന്നു. സീരിയലിൻ്റെ പേര് കാര്യം നിസാർ എന്നിട്ട് നമ്മുടെ കൈരളി ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്ത സീരിയലാണ്. ഈ അനീഷ് രവിയും അഞ്ജു ജോസഫൊക്കെ ഉള്ളത്. അപ്പോൾ ഈ കിഷോറേട്ടൻ ഇങ്ങനെ പലയിടത്തും പോയി ഫുഡ് കഴിച്ച് അല്ലെങ്കിൽ ഫുഡ് ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരനൊരു ഫുഡിയാണ്, ഭയങ്കര ഫുഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രേസാണ്. അപ്പോൾ ഒരു ദിവസം നമ്മൾ ഈ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഡബ്ബിങ്ങിന് വരുന്ന സമയത്ത്, സ്റ്റുഡിയോ വരുന്ന സമയത്ത് കിഷോറേട്ടൻ മേഡം നമുക്ക് ഫുഡ് കഴിക്കാൻ തന്നിട്ട് ആള് തിരുവനന്തപുരത്തുള്ളൊരു ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ടലിൽ നിന്ന് നമ്മുടെ മീനിൻ്റെ തലയില്ലേ, വലിയ മീനിൻ്റെ തല ഇത് കറി വെച്ചിട്ടുണ്ട്. മുളകിട്ട് കറി വെച്ച തല കൊണ്ടുവരും. തല ഓർഡർ ചെയ്തു. പ്ലസ് നമ്മുടെ കപ്പ പുഴുങ്ങിയത്. ഇത് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് അപ്പോൾ പറയടാ ഒരു വേറൊരു ചെറിയൊരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വെളിയിൽ പോയിട്ട് ഈ വാഴയില്ലേ, വലിയ വാഴയുടെ ഇല മൊത്തത്തിൽ, ചെറുതായിട്ടല്ല വലിയ ആ ഫുള്ള് വാഴയുടെ ഇല അങ്ങോട്ട് മുറിച്ച് കൊണ്ടുവന്ന് നമ്മളവിടെ ഒരു ടേബിൾ ഉണ്ടായിരുന്നു, ഈ ടേബിളിലോട്ട് ഇട്ടിട്ട് ഈ പുള്ളി പൊതി ഓരോന്ന് അഴിച്ചിട്ട് ഈ എല്ലാം, അതായത് കപ്പ ഒരു സൈഡിൽ, മീൻ ഒരു സൈഡിൽ, പിന്നെ പൊറോട്ട അങ്ങനെ ഇതെല്ലാം അടുക്കി ആ ഒരു ഫുള്ള് വാഴയിലയിൽ നിറച്ച് വെച്ചു. അപ്പോൾ ഞാൻ നിറച്ച് വെച്ച കഥ ബാക്കി പറയാം. ഞാൻ നമ്മുടെ ഈ ബീൻസിനെ എടുത്തിട്ട് നമ്മുടെ പാത്രത്തിലോട്ടൊന്ന് ഇടുക. സോ അപ്പോൾ അങ്ങനെ ഈ ഇലക്കകത്തിലോട്ട് ഇതെല്ലാം എന്താ പറയുക ഡെക്കറേറ്റ് ചെയ്ത് വെച്ചു. അടിപൊളിയായിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്ത് നല്ല രസമാണ് കാണാനൊക്കെ ഉണ്ട്. ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിട്ട് നമ്മോട് പറഞ്ഞു വാ കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ ചെന്നപ്പോൾ നമ്മൾ നോർമലി കഴിക്കുന്നവരോട് വെച്ചാൽ പറഞ്ഞു എടി ഇങ്ങനെയല്ല കഴിക്കേണ്ടത്, ആ കഴിക്കുന്നതിനും ഫുഡ് എടുക്കുന്നതിനും ഒരു കലയുണ്ട്, ആ രീതിക്ക് വേണം ചെയ്യാനെന്ന് പറഞ്ഞു. അപ്പോൾ ഒണിയൻ അരിയാൻ പോവാണ്. ഇതും എനിക്ക് ഫുള്ള് വേണ്ട, ഞാൻ ഹാഫ് എടുക്കത്തുള്ളൂ കേട്ടോ, കാര്യം ഹാഫിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇത് ഒരുപാട് ഉണിയൻ്റെ ആവശ്യമില്ല. ഇതും ഈ പറഞ്ഞിട്ട് ചെറിയതായിട്ട് കുഞ്ഞു പീസായിട്ട് വേണം നമ്മൾ അരിയാൻ. അപ്പോൾ അങ്ങനെ ഈ കിഷോറേട്ടൻ അയല ഓരോന്ന് ഈ മീനിൻ്റെ ഈ ഇവിടെ ചെകളയില്ലേ, ഈ ചെകള ഇങ്ങനെ രണ്ടും കൂടി പൊക്കി. അപ്പോൾ പൊക്കിയിട്ട് അതിങ്ങനെ വലിച്ചെടുത്തു. എടുത്തിട്ട് അതിൻ്റെ ഓരോ പാർട്സും, കഴിക്കാനെ കൊണ്ടുള്ള ഓരോ പാർട്സും നമുക്ക് ഓരോരുത്തർക്കായിട്ട്, ഞങ്ങളൊരു 3-4-5 പേരുണ്ട്, ഓരോരുത്തർക്കായിട്ട് ഇത് കഴിക്കുന്ന പറയും. അങ്ങനെ ഈ മീനിൻ്റെ തലയുടെ കണ്ണ്, ചെകള, അങ്ങനെ ടു സെഡ് കാര്യങ്ങൾ ഞങ്ങൾ കഴിച്ചിട്ട് പോലും നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അതിൽ നിന്ന് വേസ്റ്റ് വന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ചോദിച്ചു ചേട്ടാ നമ്മളൊക്കെ ഈ മീനിൻ്റെ തലയൊന്നും കഴിക്കത്തില്ല, അഥവാ കഴിച്ചാൽ പോലും ഇങ്ങനെയൊന്നും കഴിക്കത്തില്ല, നമ്മൾ അതിൻ്റെ എന്തെങ്കിലും മാംസം ഉണ്ടെങ്കിൽ ആ പോഷൻ മാത്രമേ എടുത്ത് കഴിക്കത്തുള്ളൂ എന്ന് പറയാം. അങ്ങനെ അല്ലടാ, ഇതിനകത്തിൽ ഇങ്ങനെയാണ്, ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് എല്ലാം കഴിക്കാം, കുറേ പ്രോട്ടീനും കുറേ ഗുണങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അന്നാണ് ഞാൻ ഈ മീനിൻ്റെ തല കറി വെച്ച് അല്ലെങ്കിൽ ഫ്രൈ ചെയ്താൽ കഴിക്കാനെ കൊണ്ട് എങ്ങനെയൊക്കെ കഴിക്കണമെന്ന് പഠിച്ചത്. ഈ ഷാപ്പിലെ കഥ പറഞ്ഞ കൂട്ടത്തിൽ വേറൊരു ഷാപ്പിലെ കഥയോടെ പറയാം. അതൊരു ഫുഡ് തന്നെയാണ്. ഞാൻ ഈ നാട്ടിൽ വരുമ്പം എവിടെ ഫുഡുണ്ട്, നല്ല ഈ എന്താ പറയുക വെറൈറ്റി ഫുഡുണ്ടോ അതെല്ലാം കണ്ടുപിടിച്ചിട്ട് പോകും. ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കിയിട്ട് എവിടെയെങ്കിലും അങ്ങനത്തെ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് നല്ല വെറൈറ്റി ഫുഡൊക്കെ ഉള്ള ഷോപ്പ് ഉണ്ടെങ്കിൽ പോകും. അങ്ങനെ ഞാൻ പോയിട്ടുള്ള ഒരു ഷാപ്പാണ് നമ്മളുടെ ഗരുഡാഗരി എന്ന് പറയും. ആലപ്പുഴയുള്ളൊരു ഷാപ്പാണ് ഗരുഡാഗരി ഷാപ്പ്. ഉയ്യോ, അവിടുത്തെ ഫുഡ് അടിപൊളി, എൻ്റെ മോനെ എന്തൊരു ടേസ്റ്റാണ്. സോ അപ്പോൾ നമ്മുടെ ചോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ കുക്ക് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം ഞാൻ ഗ്യാസ് ഒന്ന് ഓണാക്കി നമ്മുടെ പാന് ഇതിലോട്ടൊന്ന് വെച്ചു. ഇതൊന്ന് ചൂടാവുമ്പോൾ ഞാൻ നമ്മുടെ
ഒലിവ് ഓയിൽ ചൊഴിക്കും. പിന്നെ ഈ ഒലിവ് ഓയിലിന് പകരം നിങ്ങൾക്ക് നെയ്യുണ്ടല്ലോ, ഈ നെയ്യ് ഉണ്ടെങ്കിൽ അതൊഴിക്കാം. കാര്യം നമുക്ക് കുറച്ചുകൂടെ ഈ ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മുടെ ഓയിൽ ഏകദേശം ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ നമ്മളുടെ ഈ ക്രിസ്മസും ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇതിലിപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അണ്ടിപ്പരിപ്പ്, ഒരു ബദാം, പീനട്ട്, പിന്നെ നമ്മളുടെ ഉണക്കമുന്തിരിയുണ്ട്. അത് വൈറ്റും ഉണ്ട് ബ്ലാക്കും ഉണ്ട്. ഇനി ഇതൊന്ന് വളരെ ലോ ഫ്ലെയിമിലിടാവും. തീർത്തും ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. സോ അപ്പോൾ ഇനി ഇതിനകത്തിലോട്ട് ഞാൻ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓരോ നമ്മളുടെ വെജിറ്റബിൾ ഐറ്റംസ് ഇല്ലേ, ഇതൊന്ന് ഇടാൻ പോവാണ്. ഞാൻ ആദ്യം ഇടാൻ പോകുന്നത് നമ്മുടെ സവാളയാണ്. ഇനി ഞാൻ കുറച്ച് നമ്മളുടെ ക്യാരറ്റ് ഇട്ടു. നമ്മളുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മളുടെ ബീൻസ് ഇല്ലേ, ബീൻസ്, പിന്നെ നമ്മളുടെ ക്യാപ്സിക്കം. ഇനി ഇതിട്ടൊന്ന് ഇളക്കുക. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കാര്യം ഇതൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് വളരെ ലോ ഫ്ലെയിമിൽ ഇതൊന്ന് മിക്സ് ആയി കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ കൂണില്ലേ, മഷ്റൂം, ഈ മഷ്റൂം ഇടണം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച കൂണ് നമ്മളുടെ മഷ്റൂം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊരു 3-4 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യണം കേട്ടോ. കുക്ക് ചെയ്തതിന് ശേഷമാണ് അടുത്ത പരിപാടിയിലോട്ട് നമ്മൾ പോകേണ്ടത്. ഞാൻ ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണേ. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. സോ അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തിലോട്ട് വെള്ളം ഒഴിക്കാൻ പോകണം. വെള്ളം എന്ന് പറഞ്ഞാൽ 1 കപ്പ് ഓൾസ് എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ 1 കപ്പാണ് വെള്ളവും ഒഴിക്കുന്നത്. ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഈ ഇതിനകത്തിലോട്ട് ഒഴിക്കാൻ പോകുന്നത്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതൊന്നൊരു തിളച്ച പരുവമാകുമ്പോഴാണ് നമ്മൾ ഓട്സ് ഇതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ ഞാനൊന്ന് അടച്ചു വെക്കാൻ പോവാം. ഇത് ഞാനിനി അടച്ചൊന്ന് കുക്കാവാൻ വേണ്ടി വെക്കുവാണ്. ഒരു 4-5 മിനിറ്റ് നമ്മളൊന്ന് വെക്കണം ഇത്. സോ അപ്പോൾ നമ്മളുടെ വെള്ളം അത് തിളച്ചിട്ടുണ്ട്. ഇത് ഞാൻ എടുത്തിട്ട് ഇനി നമ്മുടെ ഓട്സ് ഇട്ട് അതിനൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ നമ്മുടെ മൂടി ഓപ്പൺ ചെയ്യാൻ പോവാം. വാ, ഇതിലോട്ട് ഞാൻ ഈ ഓട്സ് ഒന്ന് ഇടാൻ പോവാം. അതിന് മുമ്പ് നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ഇതിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഓട്സ് ഇട്ടു. ഇനി ഇവനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി ഇത് പിടിപ്പിക്കണം. കണ്ടില്ലേ? ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മുടെ ഓട്സും നമ്മളുടെ ഈ കുക്കായിട്ടുള്ള വെള്ളവും അതേപോലെ തന്നെ നമ്മളുടെ മഷ്റൂമും നമ്മളുടെ പച്ചക്കറിയും ഇതെല്ലാം കൂടെ. അപ്പോൾ ഞാനിതിപ്പോൾ എല്ലാം ഇളക്കി കഴിഞ്ഞു. ഇനി ഞാൻ ഇതൊന്ന് വീണ്ടും ഒന്ന് വേവാൻ വെക്കുക. പിന്നെ ഒരു 2 മിനിറ്റ്, മാക്സിമം 2 മിനിറ്റ് ഇങ്ങനെയൊന്ന് കുക്ക് ചെയ്തിട്ട് നമുക്ക് എടുക്കാം ഇത്. സോ അപ്പോൾ നമ്മുടെ ഓട്സ് മഷ്റൂം ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബിരിയാണി ചെമ്പ് പൊട്ടിക്കുന്നതിൻ്റെ തൊട്ട് ഞാൻ ഇതിൻ്റെ മൂടി ഒന്ന് പൊക്കാൻ പോവുകയാണ്. വാ, നല്ല കിടിലനായിട്ടുണ്ട്. ഞാൻ ഇവനെ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. സൂപ്പറായിട്ട് കിടപ്പുണ്ട് അല്ലേ? ഞാൻ ഈ ലോ ഫ്ലെയിം വെക്കാൻ പറയാൻ കണ്ടോ, ലോ ഫ്ലെയിം വെച്ചത് കൊണ്ട് നമുക്കിത് അടി പിടിക്കാതെ നമുക്ക് റെഡി ആയിട്ട് കിട്ടും. സോ അപ്പോൾ ഇതാണ് നമ്മുടെ ഓട്സ് മഷ്റൂം ഉപ്പാവ്. ഇനി അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഇതിനെ ഒരു പ്ലേറ്റിലോട്ടാക്കുക, കഴിക്കുക എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ ഓട്സ് മഷ്റൂം ഉപ്പുമാവ്. ഞാൻ എന്തായാലും ഒന്ന് കഴിക്കാൻ പോവാം. അടിപൊളി, കൊള്ളാം. നിങ്ങൾക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ഞാൻ ആദ്യം ഈ നമ്മളുടെ കശുവണ്ടിയും നമ്മുടെ ബദാമൊക്കെ ഇടുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഉഴുന്നൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ കുറച്ച് ഉഴുന്നൊക്കെ ഇടാം കേട്ടോ. ഉഴുന്നൊക്കെ ഇട്ടെടുക്കാം. നിങ്ങൾക്ക് പിന്നെ ഈ മഷ്റൂമിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈക്ക് ഹെൽത്തി ഡയറ്റ് സാലഡ് നോക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ബ്രൊക്കോളി ആഡ് ചെയ്യാം. അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഈ ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് നിങ്ങൾക്കിത് ഉപ്പുമാക്കി എടുക്കാമെന്നുള്ളൂ. ഇതിന് ഒന്നുമില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഓട്സ് വെച്ച് മാത്രം നിങ്ങൾക്ക് ഇതുപോലെ ഉപ്പുമാവ് ഉണ്ടാക്കി കഴിക്കാം. വെയിറ്റ് കുറയ്ക്കാൻ പോകുന്ന ഒരാൾക്ക് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നൊരു ഫുഡാണിത്. കാര്യം ലോ കലോറി, പ്രോട്ടീൻ, ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ളൊരു ഫുഡാണിത്. ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം. ഇനി നിങ്ങൾക്ക് ഇത് ഡിന്നറായിട്ട് നിങ്ങൾക്ക് കഴിക്കാം. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ആഴ്ച അടിപൊളി വേറൊരു ഡിഷുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.